പൂവാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ, കപ്പൽ നിർമ്മാണശാലയെക്കുറിച്ചുള്ള ചർച്ചകൾ പല വഴിക്കിങ്ങനെ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത്, ഈ വർഷത്തെ ബജറ്റിൽ ധനമന്ത്രി ബാലഗോപാൽ തെക്കൻ കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല തുടങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തും, കേന്ദ്രവുമായി ആലോചിച്ച് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. അതിനെ പിന്തുടർന്നുകൊണ്ട് CPIഎമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളം വികസന നയരേഖ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. അതിലും ആ ഡോക്യുമെൻറ്റിലും തെക്കൻ കേരളത്തിലെ കപ്പൽ നിർമ്മാണത്തെക്കുറിച്ചുള്ള സാധ്യതകൾ ആരായുമെന്നും ശ്രമം നടത്തുമെന്നും മുഖ്യമന്ത്രിയും പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പോസിറ്റീവ് കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ പൂവാർ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകും, വിഴിഞ്ഞം യാഥാർത്ഥ്യമായതുപോലെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഞങ്ങൾ വളരെ വസ്തുതാപരമായിട്ട് പറയുകയാണ്, അല്ലാതെ വെറുതെ ഒരു ആഗ്രഹം പോലെ പറയുന്നതല്ല. കാരണം വിഴിഞ്ഞം തന്നെ ഇത്രയും വൈകിയതിന് പല പല കാര്യങ്ങൾ, ആക്ഷേപങ്ങൾ, ആരൊക്കെ എന്തൊക്കെ ചെയ്തില്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ അതിൻ്റെ നാൾ വഴി കൂടി ഇവിടെ ഒന്ന് പരിശോധിക്കുക. പൂവാർ എങ്ങനെ വരണമെന്ന് ആലോചിക്കുമ്പോൾ ഈ പറയുന്ന വിഴിഞ്ഞം പദ്ധതി പോലെ തന്നെ പൂവാർ പദ്ധതിക്ക് മേൽ, പൂവാർ ഷിപ്പ്യാർഡിനും ഫയലിന് മേൽ 5 വർഷം അടയിരുന്ന സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. പിണറായി സർക്കാർ വരുന്നതിന് തൊട്ടു മുമ്പ് ഇറങ്ങിപ്പോയ ഉമ്മൻചാണ്ടി സർക്കാർ. അതിൻ്റെ തെളിവുകൾ, അതിൻ്റെ നാൾ വഴി കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ പൂവാറിനെ പറ്റി ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നവർ കൂടി, അതായത് 5 വർഷം വിലപ്പെട്ട 5 വർഷമാണ് ഉമ്മൻചാണ്ടി സർക്കാർ പാഴാക്കി കിടന്നത്. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു പഠനം നടത്താനോ ഒരു പ്രപ്പോസൽ കൊടുക്കാനോ അതിൻ്റെ ഏതെങ്കിലും രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ യാതൊരു ശ്രമവും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അന്നത്തെ പോർട്സ് വകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ K. ബാബു അദ്ദേഹവും ശ്രമിച്ചില്ല എന്നുള്ളത് അതിൻ്റെ തെളിവുകൾ നമുക്ക് നിരത്താൻ പറ്റും. ഈ പൂവാർ കപ്പൽ നിർമ്മാണശാലയെക്കുറിച്ചുള്ള ആദ്യ ചർച്ചകൾ വരുന്നത് 2008-ലാണ്. പിന്നെ കുറേ നാളത്തേക്ക് അനക്കമൊന്നും ഉണ്ടായില്ല. 2008-ന് ശേഷം 2011 ആഗസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിന് എഴുതുന്നു രേഖാമൂലം, കപ്പൽ നിർമ്മാണശാല കേരളത്തിൽ സ്ഥാപിക്കാൻ ഗ്രീൻഫീൽഡ് തുറമുഖം സ്ഥാപിക്കാൻ പറ്റിയ അനുയോജ്യ സ്ഥലം കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ട് കേരള സർക്കാരിന് കത്തെഴുതുന്നു. ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നത്, കേന്ദ്രം ഭരിക്കുന്നത് UPA സർക്കാർ. 2011 ഓർക്കണം. അപ്പോൾ ഓഗസ്റ്റിൽ ഇങ്ങനെ 2011 ഓഗസ്റ്റിൽ കത്തെഴുതുന്നു. അപ്പോൾ ഈ 2008-ൽ സംഭവിച്ചത്, കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല തുടങ്ങാനുള്ള സാധ്യതകളെക്കുറിച്ച് മുംബൈ പോർട്ട്, അതായത് ജവഹർലാൽ നെഹ്റു പോർട്ടിനോട്, അതിൻ്റെ അധികാരികളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു കേരളത്തിലൊരു പഠനം നടത്താൻ. അപ്പം കൊച്ചി പോലെ തന്നെ മുംബൈ പോർട്ട് ട്രസ്റ്റിൻ്റെ താല്പര്യമില്ലായ്മ ഉണ്ടാവാം, അല്ലെ അവിടുത്തെ വാണിജ്യ ലോബിയുടെ ഇടപെടൽ കൊണ്ടാവാം, മുംബൈയിൽ നിന്നൊരു പഠനവും കാര്യമായിട്ടൊന്നും നടന്നില്ല. അങ്ങനെയാണ് 8, 3, 11 3 വർഷം പോയത്. പിന്നെ രണ്ടാമത്തെ പ്രപ്പോസലാണ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് എഴുതുന്നത് 2011 ഓഗസ്റ്റിൽ, ഇങ്ങനെ സ്ഥലം കണ്ടെത്താൻ ഗ്രീൻഫീൽഡ് പോർട്ട്. അന്ന് 2011 ഓഗസ്റ്റിൽ കത്തെഴുതുന്നു. ഒക്ടോബറിൽ ഇതിൻ്റെ സാധ്യതയും ലൊക്കേഷനും പരിശോധിക്കാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ഏൽപ്പിക്കുന്നു ഒരു പഠനം നടത്താൻ വേണ്ടി. ഒരു പഠനവും കാര്യമായിട്ട് നടന്നില്ല. അത് ഉമ്മൻചാണ്ടി സർക്കാർ ഫോളോ അപ്പും ചെയ്തില്ല. എന്തേ ഒരു പഠന റിപ്പോർട്ട് വിശദമായിട്ടുണ്ടാവാത്തത്? എന്തുകൊണ്ട് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് താല്പര്യം വേണ്ടത്ര കാണിക്കുന്നില്ല? അപ്പോൾ അവിടെ ഒരു ലോബി. അന്ന് തുറമുഖ മന്ത്രി K. ബാബു കൊച്ചിക്കാരനാണല്ലോ, തൃപ്പൂണിത്തുറ MLA ആണല്ലോ. ഇപ്പം പിണറായി സർക്കാരിൽ തിരുവനന്തപുരത്തെ വികസനമെല്ലാം കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് വിലപിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരോട് ചോദിക്കട്ടെ, അന്നും കൊച്ചി ലോബി ഉണ്ടായിരുന്നല്ലോ, എന്തേ അതേപ്പറ്റി നമ്മളൊന്നും മിണ്ടാത്തത്? അല്ലെ പിന്നെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ പഠനം വളരെ വലിയൊരു ഗംഭീര പഠനവും ഒരു വലിയ പ്രോജക്റ്റായിട്ട് കേരള സർക്കാരിന്, ഉമ്മൻചാണ്ടി സർക്കാരിന് സമർപ്പിക്കപ്പെടേണ്ടതല്ലേ? എന്തുകൊണ്ട് ഉണ്ടായില്ല? അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഒന്നും നടന്നില്ല. അങ്ങനെ 11 പോയി, 11 ഒക്ടോബർ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും ഇടപെടൽ വരുന്നു.
അന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം സെക്രട്ടറി കെ മോഹൻദാസ് IAS എന്ന മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം തോന്നുന്നു. അദ്ദേഹം നേരിട്ടൊരു ഇടപെടൽ നടത്തുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു പ്രപ്പോസൽ വയ്ക്കുന്നു. കാരണം ഇവിടെ ഒന്നും നടക്കുന്നില്ല. അദ്ദേഹം ഒരു പ്രപ്പോസൽ വയ്ക്കുന്നു. കെ മോഹൻദാസ് IAS വെക്കുന്ന പ്രപ്പോസല് വിഴിഞ്ഞം ഒരു ഐഡിയൽ ലൊക്കേഷനായിട്ട് കണ്ടെത്തിക്കൂടെ എന്നുള്ള പ്രപ്പോസൽ വയ്ക്കുന്നു കെ മോഹൻദാസ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യം വന്നു, മലയാളി കൂടി ആയതുകൊണ്ടാവാം. 2014 കേരളത്തിൻ്റെ ഒരു പോർട്ട് ഡയറക്ടർ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. അത് ജേക്കബ് തോമസ് IPS ആയിരുന്നു അന്ന് പോർട്ട് ഡയറക്ടർ. അദ്ദേഹം കേരള സർക്കാരിന് കത്തെഴുതി, ഉമ്മൻചാണ്ടി സർക്കാരിന്, വിഴിഞ്ഞത്തിനപ്പുറത്ത് പൂവാറ് കപ്പൽ നിർമ്മാണശാലയ്ക്ക് പരിഗണിക്കണം, അത് ഐഡിയൽ സ്പോട്ടാണ്, ലൊക്കേഷനാണെന്ന് ജേക്കബ് തോമസ് IPS കത്തെഴുതുന്നു. എന്നിട്ടും അനക്കമില്ല. അദ്ദേഹം സ്ഥലം മാറിപ്പോയി. പിന്നെ PI ഷെയ്ഖ് ഫരീദ് പോർട്ട് ഡയറക്ടർ ആവുന്നു. അദ്ദേഹവും അതിനെ പിന്തുണച്ചുകൊണ്ട് പൂവാറ് പരിഗണിക്കണമെന്ന് വീണ്ടും കത്തെഴുതുന്നു. എത്ര ശ്രമങ്ങൾ അവിടെ ഉണ്ടായി, ഒരു സർക്കാർ അനങ്ങിയില്ല, ഉമ്മൻചാണ്ടി സർക്കാർ. അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം പൂവാർ ഫയലിന്മേൽ അടയിരുന്നു. ഒന്നും ചെയ്യാതെ, ഒരു കുന്തവും ചെയ്യാതെ അടയിരുന്നിട്ട് ഇറങ്ങിപ്പോകുന്ന പോക്കിൽ അദാനിക്ക് അനുകൂലമായിട്ടൊരു വിഴിഞ്ഞം ധാരണാപത്രം ഒപ്പിട്ടിട്ടങ്ങ് പോയി. അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പിതാവായല്ലോ ഉമ്മൻചാണ്ടി. എന്നിട്ട് എന്ത് നടന്നു? ആ ഗവൺമെൻറ് ഇറങ്ങിപ്പോയി. പിന്നെ ആരാ ഇത് നടപ്പാക്കിയത്? പിണറായി സർക്കാർ. അങ്ങനെയല്ലേ ഇപ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമായത്. അതുകൊണ്ടാണ് വസ്തുതാപരമായിട്ട് ഗൗരവത്തോടെ ഞങ്ങൾ പറയുന്നത്, LDF സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ പൂവാർ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകും. ഇപ്പം കേന്ദ്രത്തിൻ്റെ ഒന്നും വലിയ പിന്തുണയൊന്നും ഇല്ലാതെ വിഴിഞ്ഞം യാഥാർത്ഥ്യമായല്ലോ. അതേപോലെ പൂവാറും കപ്പൽ നിർമ്മാണശാലയും യാഥാർത്ഥ്യമാക്കാൻ ആജ്ഞാശക്തിയുള്ള, ആർജവമുള്ള, കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെൻറ്റും ഒരു മുഖ്യമന്ത്രിയും വന്നാൽ ഇതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അവിടെയും നമുക്കൊരു പ്രതീക്ഷ വെക്കാം. അപ്പോൾ എന്തായാലും ഉമ്മൻചാണ്ടി സർക്കാർ ഒന്നും ചെയ്തില്ല എന്നത് ഈ നാൾവഴിയിൽ നിന്ന് വ്യക്തമായല്ലോ. സംശയമുള്ളവർ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണോ എന്ന് അന്വേഷിക്കുക. ഞങ്ങൾ വളരെ നോക്കിയിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ട് പൂവാറ് വിഴിഞ്ഞം വൈകിയതുപോലെ. അതിന് പിന്നിൽ ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ലോബികളുടെ എതിർപ്പ്, വിഴിഞ്ഞത്തിനെതിരെ നടന്ന സമരത്തിൻ്റെ വലിയ ശക്തികൾ ആരൊക്കെയാണെന്നറിയാമല്ലോ. ഇഷ്ടംപോലെ പണമൊഴുക്കി ഈ പാവപ്പെട്ടവരെ, ഇതൊന്നും അറിയാത്തവരെ ഈ വേഷം കെട്ടിക്കുന്നത് പോലെ, അല്ലെ കൊച്ചു കുരങ്ങന്മാരെ കൊണ്ട് ചൂടുചോറ് വാരിക്കുന്നത് പോലെ ഈ സമരത്തിന് പിന്നിൽ നിന്ന നിഗൂഢ ശക്തികൾ ആരൊക്കെയായിരുന്നു വിഴിഞ്ഞത്തിൻ്റെ? നമുക്ക് ഊഹിച്ചാൽ മതി. അതിൽ വ്യവസായ ലോബിയുണ്ട്, മറ്റു ലോബികളുണ്ട്, പല പരിഗണനയുള്ളവരുണ്ട്. അവരെല്ലാം കൂടെ ഒരുമിച്ചു മഴവിൽ സഖ്യമായിട്ട് എല്ലാവരും കൂടെ, ഒരിക്കലും ചേരാത്തവരെല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് വിഴിഞ്ഞത്തിനെതിരെ സമരം ചെയ്തു. പക്ഷേ അവസാനം എന്തായി? അതേപോലെ പൂവാറിനെതിരെയും സമരം വരും. ഇപ്പം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ആശാസമരം പോലെ ഇലക്ഷൻ കാലമാകുമ്പോൾ ഓരോ സമരങ്ങൾ വരും. പക്ഷെ നമുക്ക് പൂവാറിന് വേണ്ടി, വിഴിഞ്ഞത്തിന് വേണ്ടി എന്ന പോലെ തന്നെ പൂവാറിന് വേണ്ടി മുന്നോട്ട് പോകണം. അതിന് വെറും രാഷ്ട്രീയം കളിക്കാതെ വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ടുന്ന സമയമാണ്. ഒരു പുതിയ ഗവൺമെൻറ് വന്നിട്ട് ഇത് ഇനി നടപ്പാക്കുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇനി 1 കൊല്ലം കഷ്ടിച്ച് ബാക്കിയുള്ളൂ. അതുകൊണ്ട് പൂവാറിൽ ഫയൽ നീക്കമല്ലാതെ വേറെ കാര്യങ്ങളൊന്നും 1 കൊല്ലത്തിനകത്ത് നടക്കാൻ സാധ്യത കുറവാണ്. അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ ഒരു എഗ്രിമെൻറ്റോ, ഏതെങ്കിലും ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന വിദേശ കമ്പനിയോ സ്വദേശ കമ്പനിയോ ആരെങ്കിലുമായിട്ട് വേണേൽ ഒരു എഗ്രിമെൻറ്റ് വല്ലതും ഉണ്ടാക്കി വയ്ക്കാമെന്നല്ലാതെ ഒരു തുടർഭരണം വന്നാൽ മാത്രമേ അക്കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് വേഗതയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുള്ളതാണ് യാഥാർത്ഥ്യം.